നമസ്കാരം. കഴിഞ്ഞ ദിവസം വീട്ടിൽ ആഹാരം കഴിച്ചപ്പോൾ ശരിക്കും പറഞ്ഞാൽ വൈഫ് ആഹാരങ്ങളൊക്കെ തന്നപ്പോൾ ഉണ്ടായിരുന്ന ടേസ്റ്റ് ഇല്ലേ, ആ നളപാചകം എന്നൊക്കെ പറയുന്ന ആ ഒരു എന്തോ ആഹാരത്തിൻ്റെ മനോഹരമായ ആ ഒരു സ്വാദിഷ്ട അവസ്ഥയെ നമ്മൾ വിളിക്കുന്നതാണ് നളപാചകം. നളപാചകം എന്താണെന്ന് അറിയണ്ടേ? ഗ്രേപ്സിലേക്ക് വരാം. ഗ്രേപ്സിലുമുണ്ട് കേട്ടോ ഒരു നളപാചകത്തിൻ്റെ സ്വാദ്. നള എന്ന് പേരിട്ടിരിക്കുന്ന പുതിയ മൊബൈൽ ആപ്ലിക്കേഷൻ. അതിനുമുമ്പ് ഈ നളപാചകം എന്നൊക്കെ പറയുന്നത് എന്താണെന്നൊന്ന് ആലോചിച്ചാലോ. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പഴയ ഒരു മഹാരാജാവ് ഉണ്ടായിരുന്നു, അതിസുന്ദരനായിരുന്ന ഒരു ചക്രവർത്തിയൊക്കെ ആയിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വലിയ കഴിവുള്ള മഹാരാജാവായിരുന്നു. അദ്ദേഹത്തിൻ്റെ പാചകസിദ്ധി, രഥങ്ങളെക്കുറിച്ചുള്ള അറിവ്, ഇതൊക്കെ വളരെ മനോഹരമായിരുന്നു. അദ്ദേഹം ശരിക്കും കലിബാധിക്കപ്പെടുന്നുണ്ട്. അതായത് ദമയന്തിയെ കല്യാണം കഴിച്ചു കഴിഞ്ഞപ്പോൾ ദേവന്മാർക്ക് ദമയന്തിയെ കിട്ടാതെ പോയതിലുള്ള അസൂയ മൂത്തിട്ട് കലിദേവൻ ഇദ്ദേഹത്തിൽ ആവേശിച്ചിട്ട് ഒന്ന് ഇദ്ദേഹത്തെ ട്രബിളിലാക്കണമെന്ന് കരുതി 12 കൊല്ലമാണ് പുറകെ നടന്നത്. കാരണം ഒരു മനുഷ്യനെ കലി ആവേശിക്കണമെങ്കിൽ അയാൾ വെറുതെ ഇരിക്കണം, അലസനായിരിക്കണം, ഉദാസീനനായിരിക്കണം. 12 കൊല്ലം ഈ നളമഹാരാജാവിൻ്റെ പുറകെ നടക്കേണ്ടി വന്നു അദ്ദേഹം അലസനായിരിക്കുന്ന ഒരു സമയം കിട്ടാൻ. അങ്ങനെ കിട്ടിയ അവസരത്തിൽ ഈ നളൻ്റെ ശരീരത്തിൽ കയറിക്കൂടിയ ഈ കലി പിന്നീട് ഇദ്ദേഹത്തെ കൊണ്ട് ചൂത് കളിപ്പിക്കുകയും സ്വന്തം സഹോദരനോട്, അനിയനോട് ചൂത് കളിച്ച് രാജ്യവും സമ്പത്തും എല്ലാം നഷ്ടപ്പെടുന്നു. അങ്ങനെ നഷ്ടപ്പെട്ടിട്ട് അവസാനം ഈ ദമയന്തിയെ കൂടെ വാത് വയ്ക്കാനായിട്ട് പറഞ്ഞിട്ട് അദ്ദേഹം സമ്മതിക്കുന്നില്ല. അവിടെ വെച്ച് കളി നിർത്തി രാജ്യത്തിന് പുറത്താക്കപ്പെടുന്നു. അങ്ങനെ പുറത്താക്കപ്പെട്ട് എല്ലാം നഷ്ടപ്പെട്ട ആ ഒരു ജീവിതത്തിൽ തൻ്റെ സഖി കൂടെ വന്നാൽ കഷ്ടപ്പെടുമെന്നതുകൊണ്ടും ഭീമൻ എന്നറിയപ്പെടുന്ന അതിശക്തനായ രാജാവിൻ്റെ മകളായതുകൊണ്ട് ആ രാജ്യത്തിലേക്ക് ഇദ്ദേഹം പോയി കഴിഞ്ഞാൽ സ്വസ്ഥമായി ജീവിക്കാൻ കഴിയുമെന്നറിയാവുന്ന നളൻ അവിടെ വെച്ച് ഉപേക്ഷിച്ചു പോവുകയാണ് കാട്ടിൽ. പിന്നീട് നമുക്കറിയാവുന്നതുപോലെ തന്നെ ദമയന്തി ഒരുപാട് കഷ്ടപ്പെട്ട് ദാസിപ്പണിയൊക്കെ എടുത്തിട്ടാണ് അവസാനം ഈ പിതാവ് കണ്ടെത്തി സ്വന്തം രാജ്യത്തിൽ കൊട്ടാരത്തിൽ കൊണ്ടുപോയി താമസിപ്പിക്കുമ്പോൾ ദമയന്തി ദൂതരെ വിട്ട്, ചാരന്മാരെ വിട്ട് എവിടെയുണ്ട് നളൻ എന്ന് കണ്ടുപിടിക്കുന്ന അവർക്ക് പറഞ്ഞു കൊടുത്ത ഒരു സീക്രട്ട് ഇതാണ്: നിങ്ങൾ പോകുന്ന രാജകൊട്ടാരങ്ങളിലൊക്കെ പുതിയൊരു പാചകക്കാരൻ എത്തിയിട്ടുണ്ടോ? അദ്ദേഹം വളരെ സ്വാദിഷ്ടമായ വിഭവങ്ങൾ ഉണ്ടാക്കുന്ന ആളാണോ? രഥങ്ങളെക്കുറിച്ചൊക്കെ നല്ല നോളജുള്ള ആളാണോ എന്ന് അന്വേഷിക്കാൻ പറഞ്ഞു. അങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്. കാരണം ഇദ്ദേഹത്തിൻ്റെ പാചകവും ഭക്ഷണവും ഒക്കെ ആർക്കും മാറ്റിവെക്കാൻ കഴിയാത്ത അത്ര സുന്ദരമായിരുന്നു. നമ്മുടെ ആശുപത്രികളിൽ ശരിക്കും രോഗികൾക്ക് ക്യാൻറ്റീനിലും മെസ്സിലും ഒക്കെ കൊടുക്കുന്ന ഭക്ഷണപദാർത്ഥങ്ങൾ വളരെ സ്വാദുള്ളതാണ് പലപ്പോഴും. കാരണം അവരുടെ രോഗാവസ്ഥയിൽ അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും മനോഹരമായൊരവസ്ഥയാണ് സുന്ദരമായ ഭക്ഷണം അവർക്ക് അവൈലബിൾ ആക്കുക. അവരുടെ ബൈസ്റ്റാൻഡേഴ്സ് ക്യാൻറ്റീനിൽ കഴിക്കാൻ എത്തുമ്പോൾ സ്വാദിഷ്ടമായ ഭക്ഷണങ്ങൾ കൊടുക്കുക എന്നത്. സോ മിക്ക ഹോസ്പിറ്റലും അതിൽ കാര്യമായി ശ്രദ്ധിക്കുന്നുണ്ട്. അത് അവർ വന്നിരിക്കുമ്പോൾ ഒട്ടും അമാന്തമില്ലാതെ കൃത്യമായ ഓരോ ടേബിളിലും എന്താണോ ഓർഡർ ചെയ്തത് അത് കൊടുക്കാനായിട്ട് ആ സപ്ലൈ ചെയിനും അതിൻ്റെ ഓർഡറിൻ്റെ ബില്ലിങ്ങും ആ മാനേജ്മെൻറ്റും ഒക്കെ ഹാൻഡിൽ ചെയ്യാനായിട്ട് നമ്മൾ ഇറക്കിയിരിക്കുന്ന പണ്ടത്തെ ഒരു ക്യാൻറ്റീൻ മൊഡ്യൂൾ എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ. നമ്മുടെ മൊബൈൽ ആപ്ലിക്കേഷൻ കണക്റ്റഡ് ആയിട്ടുള്ള പുതിയ ക്യാൻറ്റീൻ ഒരു മെസ് മാനേജ്മെൻറ്റ് മൊഡ്യൂളിൻ്റെ ബില്ലിംഗ് ഫംഗ്ഷൻ മൊബൈലിൽ എടുക്കുന്നതിന് പ്ലേ സ്റ്റോറിൽ ആപ്പ് സ്റ്റോറിലും പോയി നള എന്ന് ടൈപ്പ് ചെയ്താൽ മതി. അപ്പം നമ്മുടെ നളപാചകം ഓർക്കണേ, ആ ടേസ്റ്റ്, ആ സ്വാദ് അത് നമ്മുടെ ക്യാൻറ്റീനിൽ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ മാത്രം നള ഉപയോഗിച്ചാൽ മതി.